വിശുദ്ധ വചനത്തിൽ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ നമുക്കൊരു വ്യക്തിയെ കാണാം. അദ്ദേഹം ഒരു പക്ഷപാത രോഗിയാണ്. ഞാൻ വായിച്ചപ്പോൾ അദ്ദേഹം 38 വർഷമായി ഒരേ കിടപ്പ് കിടക്കുക, യാതൊരു മാറ്റങ്ങളുമില്ല. താൻ കഴിഞ്ഞ വർഷങ്ങളിൽ കണ്ടത് തന്നെ ഈ വർഷവും കാണുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെ ജീവിച്ചോ അതുപോലെ തന്നെ ഈ വർഷവും ജീവിക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധന്മാരോട് പറഞ്ഞു, ചില മാറ്റങ്ങൾ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നുണ്ടോ? ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ചില വർഷങ്ങളായി യാതൊരു മാറ്റങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണോ താങ്കൾ? യാതൊരു മാറ്റങ്ങളും ജീവിതത്തിലില്ല. അത് ജോലിയിലില്ല, കുടുംബജീവിതത്തിലില്ല, സാമ്പത്തികത്തിലില്ല, ആത്മീയത്തിലില്ല, ഭാര്യയിൽ മാറ്റങ്ങൾ കാണുന്നില്ല, ഭർത്താവിൽ യാതൊരു മാറ്റങ്ങളും കാണുന്നില്ല, മക്കളും അതുപോലെ തന്നെ യാതൊരു മാറ്റങ്ങളുമില്ല, വീടിന് മാറ്റമില്ല, ജോലിയിൽ മാറ്റമില്ല, ജീവിതത്തിൽ ഒരു മേഖലകളിലും ഒരു മാറ്റവുമില്ലാത്ത ഒരനുഭവത്തിലാണോ താങ്കൾ കടന്നു പോകുന്നത്? എന്നാൽ 2025 ഞാൻ ചോദിക്കുന്നു, താങ്കൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തിക സ്ഥിതിയിൽ ഉന്നതനായിരിക്കാം, നല്ല ജോലി ഉണ്ടാവാം, പക്ഷേ ജീവിതത്തിൽ ഒരു സന്തോഷം ഉണ്ടാകുന്നില്ല. ഞാൻ എന്തിനാണ് ജീവിക്കുന്നൊരു ചിന്ത നിങ്ങളെ വല്ലാണ്ട് അലട്ടുന്നുണ്ടോ? ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ 38 വർഷമായി കിടന്ന രോഗിയെ സൗഖ്യമാക്കിയ യേശു നിങ്ങളെ സൗഖ്യമാക്കുവാൻ, നിങ്ങളെ വിടിവിക്കാൻ ശക്തനാണ്. വിശ്വസിക്കാം.